ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ ഹൃദയപൂർവമായ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നവമായ പന്തക്കുസ്ത അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പലതരം ദുഃഖങ്ങളുണ്ട്. ദുഃഖം മാറിപ്പോകണമേ എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരാരും ഈ ലോകത്തിലില്ല. സ്വകാര്യ ദുഃഖങ്ങളുണ്ട്, വ്യക്തിപരമായ ദുഃഖങ്ങളുണ്ട്, താൽക്കാലിക ദുഃഖങ്ങളുണ്ട്, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ദുഃഖങ്ങളുണ്ട്, തകർച്ചകളിലെ ദുഃഖങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളിലെ തകർച്ചകളിൽ ദുഃഖങ്ങളുണ്ട്, ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളിലെ ദുഃഖങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുടെ മരണത്തെ തുടർന്നുള്ള ദുഃഖങ്ങളുണ്ട്, ശാരീരികമായ രോഗങ്ങൾ, അപകടങ്ങൾ ഇവയുണ്ടാകുമ്പോഴുള്ള ദുഃഖങ്ങളുണ്ട്, സാമ്പത്തിക ഞെരുക്കത്തിലുള്ള ദുഃഖങ്ങളുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യമില്ലായ്മയെ തുടർന്നുള്ള ദുഃഖങ്ങളുണ്ട്, സ്വന്തം അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിലനിൽപ്പിൻ്റെതായ അർത്ഥം മനസ്സിലാക്കാത്ത ദുഃഖങ്ങളുണ്ട്, സാമൂഹ്യമായ അനീതിക്ക് വിധേയനാകുമ്പോൾ, അവഗണനയ്ക്ക് വിധേയനാകുമ്പോഴുള്ള ദുഃഖമുണ്ട്, നീണ്ടകാലം നിലനിൽക്കുന്ന വിഷാദം നൽകുന്ന നീണ്ടകാലത്തെ ദുഃഖങ്ങളുണ്ട്, ഡിപ്രഷനുണ്ട്. ഇങ്ങനെ പലതരം ആത്മീയമായ ദുഃഖങ്ങളുണ്ട്. ദൈവം എന്നിൽ നിന്ന് അകലെയാണോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നൊക്കെ തുടങ്ങുന്ന പലതരം ദുഃഖങ്ങളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമായി മാറ്റും എന്നാണ് പരിശുദ്ധാത്മാവ് എൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നതെന്ന് ഈശോ വാഗ്ദാനം ചെയ്യും. പഴയ നിയമത്തിൽ ജോസഫ് എന്ന കഥാപാത്രം ഉൽപ്പത്തിയുടെ പുസ്തകം 35 മുതലുള്ള അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. സ്വന്തം സഹോദരങ്ങളാൽ അസൂയയാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടു, അടിമയായി വിൽക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് അടയ്ക്കപ്പെട്ടു. ജോസഫ് എല്ലാവരോടും ക്ഷമിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം ഉയർത്തി ഫറവോയുടെ കൊട്ടാരത്തിൽ പ്രധാനിയായി മാറ്റി. പരിശുദ്ധ അമ്മ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സ് ദൈവത്തിൽ ആനന്ദിക്കുന്ന മനസ്സ് വളർത്തിയെടുക്കട്ടെ. ശിഷ്യന്മാർ യേശുവിൻ്റെ മരണത്തിന് ശേഷം ഭയപ്പെട്ട് കതകടച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവർ ശക്തിപ്പെട്ടു, അവരുടെ ദുഃഖം സന്തോഷമായി മാറി. ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. മഗ്ദലന മറിയം യേശുവിൻ്റെ കബറിടത്തെങ്കിൽ വിങ്ങിപ്പൊട്ടി എത്തി, എന്നാൽ അവളുടെ ദുഃഖം സന്തോഷമായി മാറി. പരിശുദ്ധാത്മാവ് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, ദുർബലരെ ബലപ്പെടുത്തുന്നു, ഹൃദയമുറിവുകൾ സൗഖ്യപ്പെടുത്തുന്നു, ദൈവ സാന്നിധ്യാനുഭവം നമുക്ക് നൽകുന്നു, പ്രത്യാശ നമുക്ക് നൽകുന്നു. ഇത്തരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പെന്തക്കുസ്തായുടെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകത്തിലുള്ള ജീവിതമാണ്. ജീവിതകാലം നീണ്ടുനിന്ന സഹനങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ഏകാന്തതകൾ, അവഗണനകൾ ഇവയ്ക്ക് മുമ്പിൽ വിശുദ്ധ അൽഫോൻസാമ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിൽ നിറഞ്ഞു. ജോണി എറിക്സൺ ടാഡ അമേരിക്കയിലെ ബാൾട്ടിമോറിൽ 1949 ജനിച്ച ഒരു പെൺകുട്ടിയാണ്. 17-ാം വയസ്സിൽ നീന്തൽ പരിശീലനത്തിന് ഡൈവ് ചെയ്തപ്പോൾ അപകടമുണ്ടായി. തോള് മുതൽ ശരീരം മുഴുവൻ തളർന്നുപോയി. ആ തളർച്ച അവളെ മനസ്സിനെ തളർത്തിയില്ല. ആഴമായ ദൈവവിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രത്യാശയുടെ സന്തോഷം ദുഃഖം സന്തോഷമാക്കി മാറ്റി. പല്ലിൽ ബ്രഷ് വെച്ച് ചിത്രകാരിയായി മാറി. അമേരിക്ക മുഴുവൻ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രസംഗകയാണ് ജോണി എറിക്സൺ ടാഡ. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുക, നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റാം. ദുഃഖം നിലനിൽക്കുമ്പോൾ ആ ദുഃഖങ്ങളെ സന്തോഷമായി മാറ്റാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രാർത്ഥനയോടുകൂടി സന്താപമുള്ളിടത്ത് സന്തോഷം വിതയ്ക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ കൃപയരുളണമേ. സമാധാനവും സൗഭാഗ്യവും.